മധ്യകേരളത്തിൽ വലിയ തോതിലുള്ള നാശനഷ്ടങ്ങളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മഴ ശക്തി പ്രാപിച്ചാൽ ഇനിയും ദുരിതം ഏറുന്ന സാഹചര്യം ആയിരിക്കും ഉണ്ടാവുക. പ്രത്യേകിച്ച് ഏതാനും മണിക്കൂറുകൾ തുടർച്ചയായി മഴ പെയ്തതിന്റെ ഫലമായിട്ടാണ് പലയിടങ്ങളിലും ഇപ്പോൾ വെള്ളം കയറിയിട്ടുള്ളത്. താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാകുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. കോട്ടയത്തെയും അതോടൊപ്പം തന്നെ പത്തനംതിട്ടയിലെയും വാർത്തയുടെ വിശദാംശങ്ങളാണ് നമ്മൾ ഇടവേളയ്ക്ക് മുമ്പ് കണ്ടത്. എങ്കിൽ ഇപ്പോൾ ഇടുക്കിയിലെ പല പ്രദേശങ്ങളിലും മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട് എന്നതാണ്. ഇടുക്കിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരപ്രദേശമായ തൊടുപുഴയിൽ നിന്ന് ഉൾപ്പെടെയുള്ള വിവരങ്ങളുമായി സാഗറാണ് ചേരുന്നത്. സാഗർ, എന്താണ് അവിടുത്തെ പശ്ചാത്തലം? അഭിലാഷ്, ഇന്നലെ വൈകിട്ട് മുതൽ ആരംഭിച്ച മഴ ഇന്ന് രാവിലെ വരെ ശക്തമായി തന്നെ തുടർന്നു. രാത്രിയിലും അതിശക്തമായ മഴ തന്നെയാണ് പെയ്തത്. ഈ മഴയാണ് ഇടുക്കിയിൽ ഒട്ടാകെ നാശം വിതച്ചതെന്ന് വേണം പറയുവാൻ. അതിശക്തമായ മഴയെ തുടർന്നുണ്ടായ ഉരുൾപൊട്ടലിലും മണ്ണിടിച്ചിലും ഇടുക്കി ജില്ലയിൽ ഇതുവരെ രണ്ടിടങ്ങളിലായി 2 മരണമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. തൊടുപുഴയ്ക്ക് സമീപം കുടയത്തൂർ അടൂർമലയിലുണ്ടായ ഉരുൾപൊട്ടലിലാണ് ഒരു അമ്മ മരിച്ചത്. മഷിക്കല്ലിൽ വീട്ടിൽ സുമതിയാണ് മരണപ്പെട്ടത്. പുലർച്ചെ 2 മണിയോടെ ഇവരുടെ വീടിന് മുകളിലേക്ക് മണ്ണിടിയുകയായിരുന്നു. ഈ സമയത്ത് വീട്ടിലുണ്ടായിരുന്ന ഭർത്താവ് രവി, മകൻ രതീഷ് എന്നിവരെ പരിക്കുകളോടെ രക്ഷപ്പെടുത്തി നാട്ടുകാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എന്നാൽ സുമതി വീടിനകലെ നിന്നും, സുമതിയുടെ മൃതദേഹം അല്പം അകലെ നിന്നുമാണ് ഇന്ന് രാവിലെയോടെ കണ്ടെടുക്കുവാൻ കഴിഞ്ഞത്. NDRF-ഉം ഫയർഫോഴ്സും പ്രദേശവാസികളും എല്ലാം ചേർന്ന് നടത്തിയ തെരച്ചിലിനൊടുവിലാണ് സുമതിയുടെ മൃതദേഹം കണ്ടെടുക്കുവാനായത്. വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞ് വീണിരുന്നു. ഇന്ന് രാവിലെ വൈക്കം സ്വദേശി പ്രഭാകരൻ നായരെ ഈ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞ് വീണ് ആദ്യ സമയങ്ങളിൽ കാണാതായിരുന്നു. പിന്നീട് നടത്തിയ തെരച്ചിലിൽ ഇദ്ദേഹത്തിന്റെ മൃതദേഹവും കണ്ടെടുത്തിട്ടുണ്ട്. വ്യാപക നാശനഷ്ടമാണ് ഇടുക്കി ജില്ലയിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് വേണം പറയുവാൻ. ഉപ്പുതറയിൽ പോലീസ് ജീപ്പിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞ് വീണ് നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഉദ്യോഗസ്ഥർ സമയോചിതമായി പുറത്തിറങ്ങിയതിനാൽ വൻ അപകടം ഒഴിവായി. വണ്ടിപ്പെരിയാറിലും മറ്റും തോടുകളും പുഴകളും കരകവിഞ്ഞൊഴുങ്ങി. NH നാഷണൽ ഹൈവേ ഉൾപ്പെടെയുള്ള റോഡുകളിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. തൊടുപുഴ നഗരത്തിൽ, പ്രധാന നഗരമായ തൊടുപുഴ നഗരത്തിൽ KSRTC ജംഗ്ഷൻ ഉൾപ്പെടെയുള്ളവിടങ്ങളിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെടുന്ന സാഹചര്യമുണ്ട്. ഇപ്പോഴും വെള്ളം പൂർണ്ണമായി ഇറങ്ങിപ്പോയിട്ടില്ല. ഇവിടെ ഇപ്പോഴും ഗതാഗതം തടസ്സപ്പെടുന്ന സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ മൂന്നാർ അടിമാലി റോഡിൽ വ്യാപകമായി മരം വീഴുകയും മണ്ണിടിച്ചിൽ മൂലം ദേശീയപാതയിലേക്ക് പാറക്കല്ലുകൾ പതിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഭാഗങ്ങളിലും വ്യാപകമായ ഒരു നാശനഷ്ടം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മൂലമറ്റം വാഗമൺ റോഡിലും ഈരാറ്റുപേട്ട റോഡിലും എല്ലാം തന്നെ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്. ഈ വണ്ടിപ്പെരിയാർ വള്ളക്കടവ് ഭാഗത്ത് പെരിയാർ നദി കരകവിഞ്ഞ് ഒഴുകിയിട്ടുണ്ട്. ഡാമുകൾ പ്രദേശത്തെ കല്ലാർകുട്ടി, പാമ്പള, മലങ്കര അണക്കെട്ടുകൾ തുറന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മലങ്കര അണക്കെട്ടുകൾ തുറന്നിട്ടുള്ളത് കൊണ്ട് തന്നെ തൊടുപുഴയ്ക്ക് പുറമെ ഈരാറ്റുപേട്ട, മൂലമറ്റം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ, അവിടെയും വലിയ തോതിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട് എന്നാണല്ലോ അറിയാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് കടകളിലൊക്കെ ഈ അപ്രതീക്ഷിതമായിട്ടാണ് അവിടേക്ക് വെള്ളം ഇരച്ചെത്തിയത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇത്ര പെട്ടെന്ന് വെള്ളം കയറുമെന്നൊന്നും ഈരാറ്റുപേട്ടയിലെ ഈ വ്യാപാരികളൊന്നും പ്രതീക്ഷിച്ചില്ല എന്ന് തോന്നുന്നു. അങ്ങനെ വ്യാപാര സ്ഥാപനങ്ങളിലടക്കം വെള്ളം കയറിയ ഒരു സാഹചര്യമാണല്ലോ ഉള്ളത്, സാഗർ. തീർച്ചയായും വ്യാപാര സ്ഥാപനങ്ങളിലും വീടുകളിലും ഉൾപ്പെടെ വെള്ളം കയറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഇന്നലെ രാത്രി വൈകുന്നേരം വരെ മഴ പെയ്തിരുന്നെങ്കിലും അത്ര ശക്തമായ മഴയായിരുന്നില്ല പെയ്തത്. എന്നാൽ രാത്രിയോടുകൂടി ശക്തമായ ഒരു മഴ പെയ്യുകയായിരുന്നു. ഈ മഴ ആരും പ്രതീക്ഷിച്ചതല്ല എന്ന് വേണം കരുതുവാൻ. അതുകൊണ്ട് തന്നെ മറ്റു മുന്നൊരുക്കങ്ങളൊന്നും തന്നെ ആരും നടത്തിയിരുന്നില്ല. വ്യാപകമായി വ്യാപാര സ്ഥാപനങ്ങളിലും വീടുകളിലും, ഒട്ടേറെ വീടുകളിലും ഉൾപ്പെടെ വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പലയിടങ്ങളിലും, ഇടുക്കിയുടെ മിക്ക ഇടങ്ങളിൽ തന്നെ പലയിടത്തും വീടുകളിൽ ഒറ്റപ്പെട്ട ഒരു സ്ഥിതിയുണ്ട്. ആളുകൾ പല വീടുകളിലും ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. പലയിടത്തേക്കും പുറത്തേക്ക് ഇറങ്ങാൻ പോലും കഴിയാതെ വീടിന്റെ മുമ്പിലും മറ്റും വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരിടത്തും തന്നെ വെള്ളം പൂർണ്ണമായിട്ട് ഇറങ്ങിപ്പോകാനുള്ള ഒരു വഴിയില്ല. കാരണം വെള്ളം ഇറങ്ങിപ്പോകാൻ അതിലേറെ വെള്ളമാണ് വന്ന് ഇന്നലെ രാത്രി പെയ്തത്. അതുകൊണ്ട് തന്നെ വെള്ളം പൂർണ്ണമായും ഇറങ്ങിപ്പോയിട്ടില്ല. ഈ ഡാമിലേക്ക് ഉള്ള ഒരു നീരൊഴുക്ക് അതിശക്തമായി തന്നെ തുടർന്നുകൊണ്ടാണ് ഈ മലങ്കര ഡാമിന്റെ 4 ഷട്ടറുകൾ ഇന്ന് രാവിലെ ഘട്ടം ഘട്ടമായി ഉയർത്തിയത്. തൊടുപുഴ, മൂവാറ്റുപുഴ ആറുകളിൽ ജലനിരപ്പ് മുന്നറിയിപ്പിന്റെ പരിധി കടന്നിട്ടുണ്ടെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തീരപ്രദേശങ്ങളിലുള്ളവർ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഈ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടൽ ഭീഷണി ഉള്ളവിടങ്ങളിലെല്ലാം തന്നെ അധികൃതർ വീട്ടുകാർക്ക് മാറി താമസിക്കണമെങ്കിൽ ദുരിതാശ്വാസ ക്യാമ്പുകളും ജില്ലാ ഭരണകൂടം തുറന്നു കഴിഞ്ഞു. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കൺട്രോൾ റൂമുകൾ, ജില്ലയിലെ എല്ലാം തന്നെ കൺട്രോൾ റൂമുകളും തുറന്നിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഇടുക്കി ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി അനൂപ് ജേക്കബ് ഉരുൾപൊട്ടൽ സ്ഥലങ്ങൾ സന്ദർശിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ ഈ ഉരുൾപൊട്ടൽ ഉണ്ടായ മേഖലകളിലെല്ലാം തന്നെ ജനപ്രതിനിധികളെല്ലാം തന്നെ രാത്രിയോട് തന്നെ സ്ഥലത്തെത്തി. ഇവരാണ് ജനപ്രതിനിധികളും ഇടുക്കി ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ നേരിട്ടാണ് ഈ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. വെളുപ്പിന്
രാത്രി 3 മണിയോടുകൂടി തന്നെ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ സ്ഥലത്തെത്തി സംഘമായി തന്നെയുള്ള ഒരു രക്ഷാപ്രവർത്തനമാണ് ഇവർ നടത്തിയത്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തെല്ലാം തന്നെ വഴി ഗതാഗതം എല്ലാം ഏകദേശം ഒരു പൂർണ്ണ രീതിയിലേക്ക് ആക്കുവാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ പലയിടങ്ങളിലും കയറി വെള്ളം ഇറങ്ങിപ്പോവാത്തത് വലിയൊരു പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. വരും മണിക്കൂറുകളിൽ മഴ ശക്തമായാൽ ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശങ്കയാണ് നിലനിൽക്കുന്നത്. കാരണം മലയോര മേഖലകളിലേക്ക് നമുക്കറിയാം, മലയോര മേഖലകളിലേക്കുള്ള യാത്ര ഉൾപ്പെടെ പ്രതിസന്ധിയിലാവുന്ന ഒരു സാഹചര്യമുണ്ട്. അടിമാലി മൂന്നാർ റോഡിലെല്ലാം തന്നെ സാധാരണ രീതിയിൽ തന്നെ മണ്ണിടിയുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ മഴ ശക്തമായാൽ അത് മണ്ണിടിച്ചിൽ കൂടുതൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അധികൃതർ കനത്തൊരു ജാഗ്രതാ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. അഭിലാഷ്, ഈരാറ്റുപേട്ടയിൽ ഉൾപ്പെടെ വലിയ തോതിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നു എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. കടുവാമുഴി, വടക്കേക്കര ടൗൺ, MES കവല, മറ്റക്കാട് പ്രദേശങ്ങളിലെല്ലാം വെള്ളം കയറിയിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അങ്ങനെ പാലാ ഈരാറ്റുപേട്ട റൂട്ടിൽ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുന്നു എന്നതാണ് എടുത്തു പറയുന്നത്. ഇത് ഒരു ടൂറിസം ഭാഗത്തേക്ക്, അതായത് വാഗമൺ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് പോകുന്ന റൂട്ടാണ് എന്നതുകൂടിയാണ് എടുത്തു പറയേണ്ടത്. ഇതുവഴി വാഗമണിലേക്ക് പോകാൻ സാധിക്കില്ല. 14 ഇടങ്ങളിലായി ഇപ്പോൾ പാറക്കെട്ടുകളും മണ്ണ് ഇടിച്ചിലുമൊക്കെ പാറകളും മറ്റുമൊക്കെ ഇടിഞ്ഞു വീണതായുള്ള റിപ്പോർട്ടുകളുണ്ട്. മണ്ണിടിച്ചിലും റിപ്പോർട്ടുകളുണ്ട്. അതുകൊണ്ട് തന്നെ പലരും ഈ മഴ മാറി നിന്ന പശ്ചാത്തലത്തിൽ യാത്രയ്ക്കൊക്കെ തയ്യാറെടുത്തവർ ഉണ്ടാകാം. ഒരുപക്ഷെ വാഗമണ്ണിലേക്കൊക്കെ പുറപ്പെട്ടവർ ഉണ്ടാകാം. അവരോടൊക്കെ അറിയിക്കാനുള്ളത് ഇപ്പോൾ ഈ വഴിയുള്ള ഗതാഗതം നിർത്തിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ വയനാട്ടിലേക്ക് ഉൾപ്പെടെയുള്ള യാത്രകൾ അവസാനിപ്പിക്കണമെന്ന അറിയിപ്പ് നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവച്ചതാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.